പൂച്ചകളുടെ വീടാണിത്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നേ ഉള്ളൂ. പൂച്ച എന്ന് പറയുന്നത് ഒരിക്കലും ഡോഗായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മൃഗമല്ല. പൂച്ച ഒരു സോളിറ്ററി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്പീഷീസ് ആണ്. നമ്മളും ഒരു പൂച്ചയാണ് പൂച്ചയ്ക്ക്. കാരണം ഇവരിപ്പോ നമുക്കൊരു ഫാമിലി പോലെ ആയി. കാരണം ഇവിടെ ക്യാറ്റായിട്ട് തന്നെ ഇപ്പം നമ്മൾ കാണുന്നില്ല. നമുക്കൊരു സ്വന്തം കുടുംബത്തിലുള്ള ഒരാൾക്ക് വരുന്ന എല്ലാ ആങ്സൈറ്റി ഇവരെ കുറിച്ച് വരും. ഒരാളെ കാണാതായി കഴിഞ്ഞാൽ അവിടെ പോയി നമ്മൾ അന്വേഷിക്കും. പൂച്ചയുള്ള കൊണ്ട് പറ്റില്ല, പൂച്ചയെ പൂട്ടിയിട്ടാലേ വരൂ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരണ്ട എന്ന് പറയും വീട്ടിലുള്ളത്. കാരണം എൻ്റെ വീട്ടിലെ മക്കളാണ്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഒരു വളരെ ബേസിക് ആയിട്ട് ഉള്ള ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെച്ചടുക്കാതെ ചെയ്ത ഒരു സംഭവമാണ് ഇവിടെ മോസ്റ്റ്ലി എസ്തറ്റിക് ആയിട്ടുള്ളത്. ഇതിപ്പോ ഉദാഹരണം ഈ പെയിന്റിങ് ഇവിടെ വെക്കേണ്ട സാധനം ആണിയടിച്ച് തൂക്കേണ്ട സാധനമാണ്. ഞാനൊരു ചേറിന്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. ഒരു സാധാരണ സ്ട്രീറ്റ് ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ സൈഡിൽ ഇങ്ങനെ റോട്ടി വെക്കത്തില്ലേ, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് മേടിച്ചാൽ ഭയങ്കര ഇൻട്രീഗിങ് പീസ് ഓഫ് ആർട്ട്. ഞാൻ ഒരു സ്ഥലത്ത് ഒരു സീ ഹോർസ് കണ്ടിട്ടില്ല. ശരിക്കും ഞാൻ ഷോപ്പ് പീസ് ആണെന്ന് വിശ്വസിക്കണോ? ഏത് തന്നെ കള്ള ഞാൻ കുടിക്കില്ല. ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മദ്യപാനത്തിനോട് ഒരു വിരോധമില്ല. വെറുതെ കുപ്പി വെച്ച് കഴിഞ്ഞാൽ ഒരു മര്യാദ ഉണ്ടാവില്ല. അതേ സമയം ടീ കാൻഡർ മേടിച്ച് അതിനകത്ത് APM ഒഴിച്ച് വെക്കും. ജവാൻ അകത്ത് ജവാനാ. പിന്നെ ഇവിടെ ആരും കയറാത്തൊരു റൂമുണ്ട്. കയറണം എന്ന് ആഗ്രഹിക്കുന്ന പക്ഷെ കയറാത്തൊരു റൂം. തിയേറ്റർ. ഞാൻ കുറച്ച് വായിക്കും അത്യാവശ്യം. അയ്യോ അതൊന്നുമില്ല, ചുമ്മാ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമറിനെ അറിയാം എല്ലാ മലയാളികൾക്കും. പണ്ടത്തെ പാട്ടുകൾക്ക് വളരെയധികം ഫാൻ ഫോളോയിങ് കൊടുക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ പേര് ഹരീഷ് ശിവരാമകൃഷ്ണൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹം ഗായകനാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം ഒരു അസാമാന്യ കാറ്റ് ലവറാണ്, ഒരു പൂച്ചഭ്രാന്തനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പൂച്ചകളെ പറ്റി സംസാരിക്കാൻ വേണ്ടി വരുന്നു. നമസ്കാരം. നമസ്കാരം. എത്ര പൂച്ചകളുണ്ട്? 7 പൂച്ചകളുണ്ട്. ഹായ് മൈലോ. ഓരോ പൂച്ചകൾക്ക് ഓരോ പേരൊക്കെ ഉണ്ട്. ഈ മൈലോ എന്ന് പേരിടാൻ എന്താ? ഇവൻ മൈലോടെ കളറാണ് കേട്ടോ. പാലില് മൈലോ, മറ്റേ ഡ്രിങ്ക് ഇല്ലേ ബോൺവിറ്റ പോലത്തെ, അത് പാലിനകത്ത് ഇങ്ങനെ മൈലോ ഒഴിച്ചാൽ കിട്ടുന്ന ഒരു കളറാണ് അവൻ്റെത്. അപ്പൊ അതാണ് അവന് മൈലോ എന്ന് പേര്. അവന്റെ പേര് വെച്ചാൽ എൻ്റെ മോള. ഇവൻ പെർഷ്യൻ മെയിൻ കൂൺ മിക്സ് പഞ്ച് ഫേസ്, സെമി പഞ്ച് ഫേസ് പൂച്ചയാണ്. ഒരു 2.5 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ സിബ്ലിങ്സ് കുറെ പേരുണ്ട് ഇവിടെ. എല്ലാവരും ഇവിടെ കാണാൻ പറ്റും. എത്ര പൂച്ചകളുണ്ട്? 7 പേര്. ഇവര് എനിക്ക് അച്ഛൻ, ഇവന്റെ അമ്മയും അച്ഛനും ഇവന്റെ 4 സഹോദരങ്ങളും. 7 പേര് മൊത്തം. ഇപ്പോൾ സാധാരണ പൂച്ചകളോട് ആളുകൾക്ക് പറഞ്ഞ പോലെ ട്രോളുകളിലൊക്കെ വേറൊരു ആറ്റിറ്റ്യൂഡാണ്. ശ്രദ്ധിക്കാറുണ്ടോന്ന് അറിയില്ല. പൂച്ചസർ ട്രോളുകൾ കാണാറുണ്ടോ? ഓ പിന്നെന്താ. ശരിക്കും എന്താണ് ഈ പൂച്ചകൾ ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണെന്നുള്ളൊരു വീക്ഷണത്തെ പറ്റി എന്താ അഭിപ്രായം? പൂച്ച എന്ന് പറയുന്നത് ഒരു നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്ന ഡോഗായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ കോൺവെർസേഷൻ പതിവായിട്ട് വരുന്നത്. പൂച്ച എന്ന് പറയുന്നത് ഒരിക്കലും ഡോഗായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മൃഗമല്ല. അതിന്റെ ഒന്നാമത് കാര്യം, പൂച്ച ഒരു സോളിറ്ററി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്പീഷീസ് ആണ്. രണ്ടാമത്തത് ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റിയും ഒരു ഡോഗിനേക്കാളും താരതമ്യേന കുറവാണ്. അപ്പം പൂച്ച കൂടുതലും ഒരു എന്താ പറയുന്നത്, ഒരു വീട്ടിൽ താമസിക്കുന്നു, നമ്മൾ അവരുടെ കൂടെ താമസിക്കുന്നു, ആ ഒരു വൈബിലാണ് പൂച്ച ജീവിക്കുന്നത്. അല്ലാതെ നമ്മൾ അതിന്റെ ഒരു മുതലാളി അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഓണർ എന്നൊരു സെൻസ് തന്നെ പൂച്ചയ്ക്കില്ല. അവരങ്ങനെയല്ല നമ്മളെ കാണുന്നത്. ഞാനൊരു വെറ്റിനറി ഡോക്ടറോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് പൂച്ചയ്ക്ക് മനുഷ്യൻ എന്നൊരു വ്യത്യാസം പോലും ഇല്ല. നമ്മളും ഒരു പൂച്ചയാണ് പൂച്ചയ്ക്ക്. ഒരു വി ആർ സ്ലൈറ്റ്ലി സ്ലോപ്പി, കുറച്ച് സൈസ് വലിപ്പമുള്ള വിയേർഡ് ആയിട്ടുള്ള ഒരു പൂച്ച. ഹണ്ട് ചെയ്യാനൊന്നും അറിയാത്ത, ഒരു വിസ്കസ് ഇല്ലാത്ത, ഹണ്ട് ചെയ്യാൻ അറിയാത്ത, അതുപോലെ തന്നെ ഒരു സാധാരണ പൂച്ചയ്ക്ക് ഉണ്ടാവേണ്ട ഒരു ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജന്തുവാണ് നമ്മൾ. ഒരു പൂച്ചയാണ് പൂച്ച. അപ്പൊ അതുകൊണ്ടാണ് അവർ പലപ്പോഴും നമുക്ക് ഹണ്ട് ചെയ്ത് ഫുഡൊക്കെ കൊണ്ടുവന്ന് തരുന്നത്. നമ്മള് ഒരു ഫുഡ് ഹണ്ട് ചെയ്ത് നമുക്ക് കൊണ്ടു തരുന്നത്, നമുക്ക് സ്വയം ഹണ്ട് ചെയ്യാനുള്ള കഴിവില്ല, ഹണ്ട് ചെയ്യാൻ പോകുന്ന കാണുന്നില്ല. അപ്പം അതുപോലെ തന്നെ നമ്മള് കിടന്നുറങ്ങുമ്പോൾ ഇവന്മാര് വന്ന് എണീപ്പിക്കും. കാരണം പൂച്ചയുടെ മെയിൻ ലോജിക്ക് അങ്ങനെ മലനിറന്നുറങ്ങി കഴിഞ്ഞാൽ പ്രെഡേറ്റേഴ്സ് വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോ നമ്മളെ എണീപ്പിക്കും. അപ്പൊ അവരുടെ ഒരു സോഷ്യൽ സർക്കിളിന്റെ ഭാഗമായിട്ട് നമ്മളെ കൺസിഡർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി പൂച്ചകളൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ടാവും. അവരുടെ എല്ലാവരും തുറന്നു വിട്ടായിരുന്നല്ലോ. ഇത്രയും വലിയ വീട് പൂച്ചകൾക്ക്
അല്ലേ? അവരെ പൂച്ചകളുടെ വീടാണിത്. ഞങ്ങളിവിടെ താമസിക്കുന്നേ ഉള്ളൂ. താമസിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതാ ഇവിടെ വേറൊരാളുണ്ട്. ഇവളാണ് സണ്ണി. സണ്ണിക്ക് സണ്ണി എന്ന് പേരിടാൻ എന്താണ് കാര്യം? അത് മോള് വെച്ചത്. അവള് കുറച്ച് നാണക്കാരി അല്ലല്ലോ. അവള് വരും. സണ്ണി അവളെ എടുക്കാം, അവള് സമ്മതിക്കും. ഒന്ന് വിളിച്ചാൽ മതി. ഇവളെടുക്കാൻ സമ്മതിക്കും. ഇവളാണ് സണ്ണി. സണ്ണിയുടെ പ്രത്യേകത എന്താണ്? സണ്ണിയുടെ പ്രത്യേകത ഇവള് അത് തന്നെ മെയിൻ കൂൺ പെർഷ്യൻ മിക്സ്. പക്ഷേ ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവളുടെ തല ചെറിയ തല, പെർഷ്യന്റെ പോലത്തെ വലിയ തലയില്ല, മെയിൻ കൂണിന്റെ തലയാണ് ഇവൾക്ക്. പിന്നെ ഇവള് മ്യാവ് എന്നല്ല എന്നുള്ള ശബ്ദമാണ് ഉണ്ടാക്കുക. അതുപോലെ ഇവളാണ് ഉള്ളതിൽ ഏറ്റവും ജെന്റിൽ ഇവളാണ്, ഏറ്റവും ഫ്രണ്ട്ലി, ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇവള്. ഉള്ളതിൽ ഇപ്പോൾ എല്ലാവരോടും സ്നേഹമാണ്. അങ്ങനെ ഹിസ് ചെയ്യത്തില്ല, കടിക്കാനും മാന്താനും ഒന്നും. അവളുടെ ബ്രദേഴ്സായിട്ടും അടിപിടിയൊന്നും ഉണ്ടാക്കത്തില്ല. പിള്ളേർ ഏറ്റവും ഗുഡ് നേച്ചേർഡ് ഇവളാണ്. അല്ല ബാക്കിയെല്ലാവരും പാവങ്ങളാണ്, എന്നാലും ഇവള് കൂട്ടത്തിൽ ഏറ്റവും അഫെക്ഷനേറ്റ് ഇവളാണ്. പിന്നെ ഇപ്പം നിങ്ങൾ പിടിച്ചിട്ടുണ്ടല്ലോ, ഇതുപോലെ ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും സമ്മതിക്കുന്നതും ഇവളാണ്. പക്ഷേ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ വലിയ പരാതി ഇല്ലാതെ ഇരുന്നോളൂ. ബാക്കി ചിലരൊക്കെ എടുക്കാൻ തന്നെ സമ്മതിക്കത്തില്ല. ചിലരെടുത്താലും കുറച്ച് കഴിയുമ്പം ഇറക്കി വിടേണ്ടി വരും. ഈ പൂച്ചകളോടുള്ള ഈ ഇഷ്ടം അതെങ്ങനെ വന്നു? പൂച്ചയോടും തന്നെ ഇഷ്ടം എനിക്കില്ല. എനിക്ക് ഇതിനു മുമ്പ് ഡോഗ്സ് ആയിരുന്നു. ഞാൻ ചെറിയ കുട്ടിയെ കിടന്നപ്പോൾ എൻ്റെ വീട്ടില് എനിക്കിത് ഇങ്ങനെ കോവിഡ് ടൈമിൽ ഇവരുടെ അച്ഛനും അമ്മയും ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തതാണ്. അവര് ഇവിടുന്ന് ഓരോ ആൾക്കാർ വിട്ടു പോകുമ്പം അങ്ങനെ കൊണ്ടുവന്നതാണ് ഇവരെ. അപ്പൊ അങ്ങനെ മക്കളുണ്ടായി. നമ്മളത് ആ സമയത്ത് വീട്ടിൽ ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നു. പിന്നെ ഇവര് നമ്മളെ കുടുംബത്തിന്റെ ഭാഗമായി. അങ്ങനെ ഞാനത് ലോജിക്കുണ്ടോന്ന് എനിക്കറിയില്ല. ഒരു വട്ടം ഗോപി സുന്ദർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറെ ഇങ്ങനെ അപ്പൊ അതിന് എന്തെങ്കിലും രീതിയിൽ ക്രിയേറ്റീവ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അത് അങ്ങനെ ആലോചിച്ചിട്ടില്ല. കാരണം ഇവരിപ്പോൾ നമുക്കൊരു ഫാമിലി പോലെ ആയി. കാരണം ഇവരെ ക്യാറ്റായിട്ട് തന്നെ ഇപ്പം നമ്മൾ കാണുന്നില്ല. ഇവർ നമുക്കൊരു സ്വന്തം കുടുംബത്തിലുള്ള ഒരാൾക്ക് വരുന്ന എല്ലാ ആങ്സൈറ്റി ഇവരെ കുറിച്ച് വരും. ഒരാളെ കാണാതായി കഴിഞ്ഞാൽ അവിടെ പോയി നമ്മൾ അന്വേഷിക്കും. കഴിച്ചില്ലെങ്കിൽ നമ്മൾ നോക്കും എന്താ കഴിക്കാത്തത്, അല്ലെങ്കിൽ എന്തായാലും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നമ്മളുടെ ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തി. ഇവരൊക്കെ എങ്ങനെ ഇത്രയും കുഞ്ഞായിരുന്നപ്പോൾ കയ്യിലെടുത്തതാണ്. ഇവരൊക്കെ വളർന്ന് ഇത്രയായി. അപ്പം മക്കളെ കാണുന്ന പോലെയാണ് ഇവരെ. അപ്പോൾ പൂച്ചാന്നൊരു വികാരം പോയി ഇപ്പം ഞങ്ങൾക്ക്. എനിക്ക് എൻ്റെ വൈഫിനാണെങ്കിലും മോക്കാണെങ്കിലും ഞങ്ങൾ ഇവരെ കാണുന്നപ്പോൾ അതെനിക്ക് തോന്നുന്ന എല്ലാ പെറ്റ് ഓണേഴ്സും പറയുന്നൊരു കാര്യമാണ്. ഇവനാണ് ആദ്യം ബോണായത്. അതാണ് ഇവന്റെ ട്രിവിയ. ഈ ലിറ്ററില് ആദ്യം വന്ന മോൻ ഇവനാ. ഏറ്റവും മൂത്തത് ഇവനാ. ആദ്യത്തെ, അത് കഴിഞ്ഞ് ഇവൻ. ഈ പൂച്ചകളെ പറ്റിയിട്ട് ആളുകൾക്കുള്ള ധാരണകളിൽ ഒരു തെറ്റിദ്ധാരണയായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത് എന്താണ്? പൂച്ചകൾ ഈവിളാണ്, അല്ലെങ്കിൽ ലോയൽറ്റി ഇല്ല, അല്ലെങ്കിൽ മനുഷ്യനോട് സ്നേഹമില്ല, സെൽഫിഷാണ്. ആക്ച്വലി അവർ പൂച്ചകളാണ്, അത്രയേ ഉള്ളൂ. നമ്മളൊരു പൂച്ചയിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കേണ്ടത് അത് പൂച്ചകൾ നമുക്ക് തരും. ഇപ്പോൾ ഒരു പൂച്ചയിൽ നിന്ന് മനുഷ്യനെയോ പട്ടിയോ പശുവിനെയോ ഒന്നും പ്രതീക്ഷിക്കരുത്. പൂച്ചയിൽ നിന്ന് പൂച്ചയെ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ക്രിട്ടിസൈസ് ചെയ്യാനില്ല. അവർ അടിപൊളിയാണ്, നല്ല മക്കളാണ്. പക്ഷേ അവർ പൂച്ച, ഇപ്പം നമ്മളുടെ മക്കളെ കുറിച്ച് നമ്മളിപ്പം നമ്മുടെ വീട്ടിലെ കൊച്ചിനെ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ കൊച്ചായിട്ട് കമ്പയർ ചെയ്യത്തില്ലല്ലോ. നമ്മളുടെ മക്കൾ അതുപോലെ പൂച്ച പട്ടി അപ്പുറത്ത് മുയലിനെ വളർത്തുന്നവർക്ക് മുയൽ. ഒരു പൂച്ച എന്നുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ ഇവൻ സുന്ദര കുട്ടപ്പനാണ്. പക്ഷേ ഹരീഷിനെ കാണാൻ വേണ്ടി ഒരുപാട് ഗസ്റ്റുകൾ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കാം. അവർ എല്ലാവരും പെറ്റ് ലവേഴ്സ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇവിടെ പൂച്ചയുടെ ഫർ ഉണ്ടാവും, പൂച്ചകളോട് ഓടി നടക്കുന്നുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും പറയാം? എൻ്റെ പ്രിൻസിപ്പിൾ വളരെ സിമ്പിളാണ്. ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ നാച്ചുറലി കൺസിഡർ ചെയ്യുന്നു. പക്ഷേ പൂച്ചയുള്ള കൊണ്ട് പറ്റില്ല, പൂച്ചയെ പൂട്ടിയിട്ടാലേ വരൂ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരണ്ട എന്ന് പറയും വീട്ടിലുള്ളവർ. കാരണം എൻ്റെ വീട്ടിലെ മക്കളാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ മോളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളെ റൂമിൽ പൂട്ടിയിടാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ മനുഷ്യ കുഞ്ഞാന്നൊരു വ്യത്യാസം എൻ്റെ കുഞ്ഞിനും ഇവിടെ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ രീതിക്ക് ഇവരെയും എൻ്റെ വീട്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ പൂച്ചയെ ഇഷ്ടമല്ലാത്തവർ നമുക്ക് പുറത്തെവിടെയെങ്കിലും മീറ്റ് ചെയ്യാം. എനിക്ക് അവരെ ഇഷ്ടമാണ്, ഗസ്റ്റുകളെ ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ അവിടെ പൂച്ച ഉണ്ടാവും. അപ്പോൾ കുറച്ച് പൂച്ചയുടെ മുടിയും പൂച്ചയുടെ ശബ്ദവും ചിലപ്പോൾ പൂച്ചയുടെ മണവും അതൊക്കെ ഈ വീടിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ വീട്ടിൽ വരുന്നവർ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ എൻ്റെ ഇപ്പോൾ എനിക്ക് ഹരീഷിന് ഇഷ്ടമാണ്, പക്ഷേ ഭാര്യയും മക്കളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വീട്ടിൽ വരണ്ടെന്നല്ലേ പറയാൻ പറ്റത്തില്ല. ഞാൻ ഭാര്യയും മക്കളെ പറഞ്ഞു വിടാം നിങ്ങൾ വീട്ടിൽ വന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ പൂച്ചയും പറഞ്ഞു വിടാൻ പറ്റില്ല, പൂച്ച ഇവിടെ ഉണ്ടാവും. ഇതാണ് മദർ ഇന്ത്യ അല്ലേ? ഇതാണ് മദർ ഇന്ത്യ. സോയി
ഇവളെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. സോയി എന്ത് എവിടുന്നാണ് ഇവൾ ആക്ച്വലി പ്യുവർ ബ്രെഡ് ആണ്. മെയിൻ കൂൺ എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്, US എന്നുള്ള ബ്രീഡാണ്. ഇവളെ വെച്ചിരുന്ന വീട്ടുകാർക്ക് ഇവളെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അവർ ഇവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്തു. കോവിഡിൻ്റെ സമയത്ത് അവർ ഇന്ത്യ വിട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ, അപ്പോൾ ഇവളെ കൊണ്ടുപോകാനുള്ള നിവൃത്തി അവർക്കുണ്ടായില്ല. അപ്പം അങ്ങനെ ഇവളെ ഫോസ്റ്റർ ചെയ്യാൻ കൊണ്ടുവന്നതാണ്. പക്ഷെ ഞങ്ങൾ ഇവളോട് ഭയങ്കര അറ്റാച്ച്ഡായി. പിന്നെ ഞങ്ങൾ പിന്നെ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ പ്രഗ്നൻ്റ് ആയി. പിന്നെ അവളെ നോക്കി ഞങ്ങൾ. പിന്നെ അവള് ത്രൂ ഹെർ ജസ്റ്റേഷൻ അവളെ നോക്കി. പിന്നെ അവളുടെ മക്കളുണ്ടായി. പിന്നെ അത്രയും കൂടെ കഴിഞ്ഞ് പിന്നെ അവൾ നമ്മളുടെ കുഞ്ഞിമോളായി. പിന്നെ നമ്മൾ പിന്നെ അവളെ ആർക്കും കൊടുക്കില്ല. ആളുകൾ ചോദിക്കുമോ വരുന്നാളുകളൊക്കെ ഒരെണ്ണത്തിനെ കൊണ്ടുപോയിക്കോട്ടെ ഇവിടെ? നേരത്തെ കുഞ്ഞായിരുന്നപ്പോൾ അപ്പോൾ ഇതിനകത്തൊരു അതൊരു റെയർ മോർഫാണ്. മറ്റേ ഈ പഞ്ച് ഫേസ് ഒരെണ്ണം ഉണ്ടായിരുന്നു. അവർ നമ്മളത് നേരത്തെ പറഞ്ഞല്ലോ, മക്കളെ പോലെയാണ്. പിന്നെ അത് കൊടുക്കുന്ന ഒരു ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ അവരിനി പിന്നെ ഈ കണ്ട സ്ഥലം മുഴുവൻ കിടക്കുകയല്ലേ, അവർ ഇവിടെ നിന്നോട്ടെ. എങ്ങനെയാ ഇപ്പൊ ഇവരെ ഒരു മെയിൻ്റനൻസ് എന്നുള്ളൊരു ഏരിയ ഉണ്ടല്ലോ, ഇവർക്ക് സിക്കാവും, ഇവരെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകും? ഇവര് 100% ഹൗസ് ക്യാറ്റ്സ് ആണ്. ആദ്യത്തെ കാര്യം, ഇവരെ ഔട്ട്ഡോർ വളരെ കുറവേ കൊണ്ടുപോകുള്ളൂ. 100% ഹൗസ് ക്യാറ്റായിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ ഈ വീടും മാക്സിമം യാർഡ് അവിടം വരെ അലൗ ചെയ്യത്തുള്ളൂ. പുറത്ത് അങ്ങനെ ഒരു സ്ട്രീറ്റ് ക്യാറ്റായിട്ട് പോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ആ ഒരു രീതിയിൽ ഏറെക്കുറെ കുഴപ്പമില്ല. കാരണം വേറെ അനിമൽസായിട്ട് ഇൻട്രാക്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. രണ്ടാമത്തേത്, അവരെ കൺസർവേറ്റീവായിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. അവരുടെ ഫുഡ് കൺട്രോൾഡ് ആണ്. കണ്ടൊന്നും കൊടുക്കില്ല അവർക്ക് ഉള്ള ഫുഡ്. പിന്നെ രണ്ടാമത്തേത്, ഇവരെ ഗ്രൂം ചെയ്യണം. അവരെ ഹെയർ ഗ്രൂം ചെയ്യണം. അവരെ സ്പായി കൊണ്ടുപോകണം, കുളിപ്പിക്കണം. അത് എഗെയിൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ബ്രോ. ഒരു നമ്മളൊരു മക്കൾ മോഡ് പിടിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് ചെയ്യേണ്ടതെല്ലാം നമ്മൾ പൂച്ചയ്ക്കും ചെയ്യും. അത്രേ ഉള്ളൂ. പക്ഷേ ശരിയാണ്, മക്കളാണ്. എന്നാലും 7 മക്കളുണ്ട്. അത് പോരാഞ്ഞിട്ട് മറ്റൊരു മകൾ കൂടി ഉണ്ട്, മനുഷ്യക്കുഞ്ഞ്. സ്വന്തം കാര്യം നോക്കുന്ന പ്രായമായി, അതുകൊണ്ട് കുഴപ്പമില്ല. അതിന് 13 വയസ്സുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നുണ്ട് ഒരു കോർപ്പറേറ്റ് ഫേമിൽ. സിംഗറാണ്, പെർഫോമറാണ്, ബ്രാൻഡ് ഉണ്ട്. ഈ സമയം എന്ന് പറയുന്ന ഒരു കാര്യം, ഇവർ ആക്ച്വലി ഡോഗ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് പൊടിക്ക് ലോ മെയിൻ്റനൻസ് ആണ്. ക്യാറ്റ്സ് ഇവർ ജസ്റ്റ് ഹെയർ ഉണ്ടെന്നുള്ളൊരു ചാലഞ്ച് മാത്രമേ ഇവരുടെ ലെവലുള്ളൂ. കാരണം അതൊന്നും എനിക്കൊന്നൊരു ഈവനിങ്സ് വന്ന് ഞാനോ അല്ലെങ്കിൽ കൂടുതലും വൈഫ്, ഞാൻ ചെയ്യുന്ന കുറവാണ്. വൈഫ് വന്നിട്ട് പുള്ളിക്കാരി ഓഫീസിൽ നിന്ന് നേരത്തെ എത്തുകയാണെങ്കിൽ ഇവരെ ഒന്ന് വിളിച്ച് ഫുഡും കൊടുത്ത് കോംബ് ചെയ്ത് നോട്ട്സ് ഒന്നും എടുത്തിട്ട് വിട്ടാൽ തന്നെ നിന്നോളും. പിന്നെ ഇവരുടെ ഡയറ്റ് ഒരുവിധം നല്ല രീതിക്ക് നോക്കുന്നുണ്ട്. കറക്റ്റ് അവരുടെ കോട്ടൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള ഡയറ്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഹൗസ് ക്യാറ്റ് ആയതിൻ്റെ ബെനിഫിറ്റ് നല്ലപോലെ ഉണ്ട്. ഈ അഴുക്കി കിടന്ന് ഉരുളത്തില്ല, വേറെ പ്രശ്നങ്ങളില്ല, വീട്ടിനകത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ട്. പിന്നെ എല്ലാം ലിറ്റർ ട്രെയിൻഡ് ആണ്. അപ്പോൾ അത് അവരുടെ ലിറ്ററൊക്കെ അവർ തന്നെ മാനേജ് ചെയ്തോളും. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല. പിന്നെ ഏത് പെറ്റിനും നോക്കുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഹരീഷ് പാടുന്നതിനോടോ അല്ലെങ്കിൽ ഹരീഷ് മ്യൂസിക്കിനോടോ എന്തെങ്കിലും രീതിയിൽ ഇവർ റിയാക്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയമായി അല്ലെ, സയന്റിഫിക് ആയിട്ട് തന്നെ അത് പോസിബിൾ അല്ല. നമ്മളത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് വല്ല പ്ലാസിബോ ആയിരിക്കും. നമ്മൾ വല്ല സർക്കംസ്റ്റാൻഷ്യലായിട്ട് സംഭവിക്കുന്നതിന് നമ്മൾ ചുമ്മാ ഇങ്ങനെ. പക്ഷേ ഈ അനിമൽ ലവർ എന്നുള്ള രീതിയിൽ ചോദിച്ചോട്ടെ, അപ്പൊ ഈ പശുക്കളൊക്കെ മറ്റേ കീർത്തനങ്ങളോടൊക്കെ റെസൊനേറ്റ് ചെയ്യുന്നുണ്ട്. പശുക്കളെ കീർത്തനത്തിനോടാണ് റെസൊനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കംപ്ലീറ്റ് ഹോക്സ് ആണ്. അത് ഞാൻ കുറച്ച് റാഷണൽ സയന്റിഫിക് ടെമ്പറിൽ വിശ്വസിക്കുന്ന ആളാണ്. പശുവിന് ശാസ്ത്രീയ സംഗീതം മനസ്സിലാവും എന്ന് എന്നെ കൺവിൻസ് ചെയ്യാനുള്ള പേപ്പറോ റിസർച്ച് ഡേറ്റയോ അല്ലെങ്കിൽ എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷനോ ഞാൻ കണ്ടിട്ടില്ല. അതാരെങ്കിലും കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി സത്യമാണെന്ന് പറയാൻ തയ്യാറാണ്. ഇപ്പൊ പക്ഷേ ഞാൻ അന്വേഷിച്ചിടത്തോളം കണ്ടിടത്തോളം മൃഗങ്ങൾക്ക്, സ്പെസിഫിക്കലി ഒരു നോൺ സെന്റിനൽ മൃഗങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും അബ്സോർബ് ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതിന് യാതൊരു സയന്റിഫിക് പാക്കിങ്ങും ഇല്ല. അതുകൊണ്ട് ഞാനതിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പശുവായാലും പൂച്ചയായാലും പട്ടിയായാലും പാട്ട് കേൾക്കുന്നു, ആന വൈബ് ചെയ്യുന്നു, ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു, നമ്മൾ മറ്റുള്ളവരിൽ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞ് ഞാൻ വിടും. അല്ലെങ്കിൽ അങ്ങനെ അല്ലാന്ന് ആരെങ്കിലും തെളിയിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം മാറ്റാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ആസ് ഓഫ് ടുഡേ
മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബോനോബോ എന്നുള്ള പ്രൈമേറ്റ് അല്ലെങ്കിൽ അവർക്ക് പോലും തന്നെ ഒരു പെർസീവബിളായിട്ട് ആർട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് ട്രീറ്റീസ് ഒന്നുമില്ല. അതാണ് മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എന്താ പറയുക മെൻ്റൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനകത്തുള്ളത്. അപ്പോൾ എവിടെയാണ് ശരിക്കും ഈ വീട്? ഇത് വൈറ്റ് ഫീൽഡ് ഏരിയ എന്ന് പറയും, ബാംഗ്ലൂരിൻ്റെ ഈസ്റ്റ് ബാംഗ്ലൂർ സൈഡിലാണ് ഈ സ്ഥലമുള്ളത്, വൈറ്റ് ഫീൽഡ്. ഹൗ ലോങ് ഹാവ് യു ബീൻ ഇവിടെ ഈ വീട്ടിൽ? ഇപ്പോൾ നമ്മളിങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ 5 വർഷം ഈ വീട്ടിൽ. പ്രോപ്പർ ഒരു ബാംഗ്ലൂർ ബോയ് ആയിരുന്നോ? അല്ല, ഞാൻ ജോലി ചെയ്യാൻ വന്നതല്ലേ. ഞാൻ 2022 അപ്പം അത്രേ ഉള്ളൂ. ഞാൻ നാട്ടുകാരൻ, ഷൊർണൂർക്കാരനാണ്. ഓക്കെ. ഈ വീട്ടിൽ കയറി വരുമ്പോൾ കോലമുണ്ട്, കുറച്ച് എന്താ പറയുക, ഒരു ഡിവൈൻ നേച്ചർ നമുക്ക് തോന്നുന്നുണ്ട്. റിലീജിയസ് ആണ്? ഞാൻ റിലീജിയസ് അല്ല, പക്ഷേ ഈ വീട്ടിൽ എൻ്റെ ഇവിടെ ചേച്ചിയുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൂടെ തന്നെ ഇപ്പോൾ ബാലചേട്ടൻ, കലയി ചേച്ചി, ഞങ്ങളുടെ കൂടെ വർഷങ്ങളായിട്ട് അവർ ഞങ്ങളുടെ ഫാമിലി പോലെ തന്നെയാണ്. ഞങ്ങളുടെ ഫാമിലി തന്നെയാണ്, പോലെയെന്ന് പോലും അല്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് കോലം ഇടുന്നതും. അവർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അത് നമ്മളുടെ കൂടെ 8 വർഷത്തോളമായിട്ട് ഇപ്പോൾ നമ്മളുടെ കൂടെ ഒരു ഫാമിലി ആയിട്ട് അവർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്, രാവിലെ കോലം വരയ്ക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ചേച്ചി വരയ്ക്കുന്നു, നമുക്കും അത് ഹാപ്പിയാണ്. അവർക്ക് ചേച്ചി അത് നന്നായിട്ട് ചെയ്യും, നല്ല ആർട്ടിസ്റ്റിക് ആയിട്ട് അത് ചെയ്യും, സന്തോഷം. ഞാൻ പേഴ്സണലി റിലീജിയസ് അല്ല. ആൻഡ് ഈ റൂമിൽ എനിക്കൊരു ആർട്ട് പീസ് വളരെ ഇഷ്ടമായിട്ട് തോന്നി. അത് വളരെ യുണീക്കാണ്. ആൻഡ് അത് ഇപ്പോൾ ആളുകളങ്ങനെ പുതിയതായിട്ട് അതിനെ അങ്ങനത്തെ ആർട്ടിനൊക്കെ കുറച്ചും കൂടിയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആൻഡ് അത് മനസ്സിലായത് എനിക്ക് ഒരു ഹാളോ ആയിട്ടുള്ളൊരു ഫ്രെയിം. സോ ഈ ഫ്രെയിമിൽ എന്താണോ വരുന്നത് അതാണ് ആർട്ട്. അതാണ് ഒരു നേക്കേഡ് എന്നൊരു ആർട്ട് കോൺസെപ്റ്റ് ആണിത്. ബേസിക്കലി നമ്മൾ അവിടെ ഏത് പോയിന്റിൽ ആയാലും അതിൽ നിന്ന് ഇറ്റ് ക്യാൻ ട്രാൻസ്ലേറ്റ് ഇറ്റ് സെൽഫ് ടു സം ആർട്ട്. നമ്മുടെ പെർസെപ്ഷൻ ആണ് ആർട്ട് ബേസിക്കലി. ചിലപ്പോൾ റിഫ്ലക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ ലൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ ആ എംപ്റ്റിനെസ്. നമ്മൾ ബേസിക്കലി ഒരു സ്പെസിഫിക് ഓബ്ജക്റ്റ് അവിടെ പ്ലേസ് ചെയ്തിടത്തോളം അതൊരു എംപ്റ്റി ക്യാൻവാസ് ആണ്. എന്ത് തരത്തിലായിട്ടും അതിനെ ആർട്ടായിട്ട് പെർസീവ് ചെയ്യുക. അപ്പോൾ ഇവൻച്വലി നമ്മൾ ആർട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഒബ്ജക്റ്റ് അതിൽ പ്ലേസ് ചെയ്യുന്നു, അതിനെ നമ്മൾ പെർസീവ് ചെയ്യുന്നു, അതാണല്ലോ ആർട്ട്. അപ്പോൾ ഇത് അങ്ങനെ ഒരു എംപ്റ്റി ക്യാൻവാസ്, എന്തും പെർസെപ്റ്റബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ പുറകെയുള്ളൊരു കാര്യമാണ് കാണുന്നത്. നമ്മളിപ്പോൾ കുറച്ചിങ്ങനെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ തന്നെ അത് കാണാൻ പറ്റും. ഇപ്പോൾ ടെക്നിക്കലി ഇതിനെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ആർട്ടായിട്ട് ഫീൽ ചെയ്യും. ഇപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ നിന്നിട്ട് താങ്കൾ ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് നോക്കും. അത് എടുത്തു കഴിഞ്ഞാൽ, അല്ലാതെ ഞാനിപ്പോൾ ഇതെടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ, അപ്പം ഇതൊരു ആ ഒരു എംപ്റ്റിനെസ് എന്ന് വരുന്നൊരു ഐഡിയ, ഒരു നേക്കഡ് ആർട്ട് ബേസിക്കലി എനിത്തിങ് കെൻ ബി പെർസീവ്ഡ് എന്നുള്ള രീതിക്ക് ചെയ്തതാണ്. സർ, ഈ കളർ പാലറ്റ് അല്ലെങ്കിൽ ഇവിടെയുള്ള എസ്തെറ്റിക്സ് അതിനെന്തെങ്കിലും വലിയൊരു കാരണമുണ്ടോ, എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടോ? എനിക്ക് ഡിഫ്യൂസ്ഡ് ലൈറ്റ് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ഇപ്പം നോക്കിയാൽ കാണാം താങ്കൾക്ക് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഒരു വളരെ ബേസിക് ആയിട്ട് ഉള്ള ഒരുപാട് സാധനങ്ങളിങ്ങനെ വെച്ചടുക്കാതെ ചെയ്ത ഒരു സംഭവമാണ് ഇവിടെ മോസ്റ്റ്ലി എസ്തെറ്റിക് ആയിട്ടുള്ളത്. ഓൺലി തിങ് മറ്റേ വെള്ള ലൈറ്റുകൾ ഒഴിവാക്കുക, പിന്നെ കുറച്ച് വാം ലൈറ്റ് ആയിട്ട് ഇടുക. പിന്നെ കൂടുതലെല്ലാം ഗ്ലാസ് ആണ്. ഇഫ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല നാച്ചുറൽ ലൈറ്റ് കയറി വരുന്നത് കൊണ്ട് പൂളുണ്ട്. ഉപയോഗമൊക്കെ കുറവാ, പൂളുണ്ട് നമുക്ക്. പിന്നെ ഒരു ഇങ്ങനെ ആ ഒരു പിന്നെ പലതും ഇതിന്റെ സീ ഹോൾസ് ഒന്നുമില്ല, ഫാസിനേഷന്റെ പേരിൽ മേടിച്ചു. ഞാൻ ഒരിടത്ത് പോലെ ഈ സാധനം ഇങ്ങനെ ഒരു കട, ഇത് എവിടെ നിന്ന് മേടിച്ചാന്നറിയോ? ഒരു സാധാരണ സ്ട്രീറ്റ് ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ സൈഡിൽ ഇങ്ങനെ റോട്ടി വെക്കത്തില്ലേ, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് മേടിച്ചാ. ഭയങ്കര ഇൻട്രീഗിങ് പീസ് ഓഫ് ആർട്ട്. ഞാൻ ഒരു സ്ഥലത്ത് പോലും സീ ഹോർസ് കണ്ടിട്ടില്ല. സീ ഹോർസ് കണ്ടപ്പോൾ ചുമ്മാ മേടിച്ചു, അത് മേടിച്ചൂടെ വെച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഇതെന്റെ മോൾ ഐക്യ എന്നങ്ങാണ്ട് മേടിച്ചതാ, ചുമ്മാ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഇതിനൊന്നും ഒരു പ്ലാൻ. ബേസിക്കലി ഞാൻ ഇപ്പൊ എന്റെ മ്യൂസിക് ശ്രദ്ധിച്ചാലും എൻ്റെ ഒരു ജനറൽ സെൻസ് ഓഫ് ഞാനൊരു ലൈക്ക് ലിവ് ഫ്രീ റൺ ഫ്രീ ആ മോഡിൽ ജീവിക്കുന്ന ഒരു പ്രത്യേകിച്ചൊരു ഇതിപ്പോൾ ഉദാഹരണം ഈ പെയിന്റിങ് ഇവിടെ വെക്കേണ്ട സാധനമല്ല, ആണിയടിച്ച് തൂക്കേണ്ട സാധനമാണ്. ഞാനതൊരു ചേറിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഐഡിയ ഓഫ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക്കായിട്ട് ഓരോ സാധനങ്ങൾ ഓരോരുത്തർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സ്ഥലത്തിൻ്റെ ഭാഗമായി മാറും. കുറച്ച് കഴിയുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ അതാണ് പിന്നീട് നമ്മളുടെ ലിവിങ് സ്പേസ് ആവുന്നത്. ഇത് തന്നെ നമുക്ക് പ്രീ പ്ലാൻ ചെയ്യാം. ഇവിടെ ഒരു പൂച്ചട്ടി, ഇവിടെ ഒരു ഇത് അല്ലെങ്കിൽ ഇവിടെ ഒരു പെയിന്റിങ്. നമ്മൾ അങ്ങനെ തിങ്ക് ചെയ്യുന്നതിന് പകരം ഇതിന്റെ ഒരു ഹാർമണി നമ്മൾ അബ്സ്ട്രാക്ട് ആയിട്ട് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഹാർമണി ഇല്ലേ, ആ ഹാർമണി നമുക്ക്, കാരണം ഇത് ലിവിങ് സ്പേസ് അല്ല, അല്ലാതെ ഞാൻ ആൾക്കാരെ വിളിച്ച് കാണിക്കുക ഹോട്ടൽ ലോബി ഒന്നും അല്ലല്ലോ, ഒരു എൻ്റെ തന്നെ ലിവിങ് സ്പേസ് അല്ലേ. അപ്പോൾ ആ ലിവിങ് സ്പേസിനകത്ത്
പിന്നെ എനിക്ക് ഒരു കാര്യമായിട്ട് ഫങ്ഷണലായിട്ട് മാത്രം വെക്കുന്നതിന് വരും ഒരു എങ്ങനെയാ പറയുക, അതൊരു പ്രീ മെഡിറ്റേറ്റ്, നമ്മളൊരു മുൻവിധിയോട് കൂടി അല്ലാതെ ഫർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആൻസർ ഇല്ല. പിന്നെ നമ്മളുടെയൊക്കെ പഴയ വീടുകൾ നോക്കിയാൽ നമ്മൾ ഉള്ളത് വെച്ചാണ് വീട് എപ്പോഴും ഫർണിഷ് ചെയ്യുന്നത്. പണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണോ അപ്പോൾ ആ ഒരു ഈത്തോസ് കണ്ടിന്യൂ ചെയ്യുക. കുറച്ചും കൂടിയും പ്ലാൻ ചെയ്താൽ വേറെ പോലെയൊക്കെ ഇത് ചെയ്യാം. ഇത്രയും വലിയ ക്യാൻവാസ് അല്ലേ, നല്ല രീതിക്ക് നമുക്ക്. നിങ്ങൾക്ക് വേറൊരു റൂം ചുമ്മാ രസത്തിന് ഞാൻ കാണിച്ചു തരാം. ഇതിലൊക്കെ പരസ്പര വിരുദ്ധമായിട്ടൊരു റൂം. ഈ റൂമിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടെ കാറ്റ്സ് അലൗഡ് അല്ല. അത് മറ്റേ സോഫ മാന്തി കുടിക്കുക. ഓരോ മാസം മേടിച്ചിട്ടുള്ള പൈസ എൻ്റെ മോനോ. സ്പെഷ്യൽ റൂം? സ്പെഷ്യൽ റൂം ഒന്നുമില്ല, ഞാൻ കാണിച്ചിട്ടപ്പാ. ഇതും ഇങ്ങനെ വെറുതെ റോഡ് സൈഡിൽ നിന്ന് ഒപ്പിച്ചൊരു മരമാണ്. വീട്ടിനകത്ത് ചുമ്മാ ഇങ്ങനെ നിൽക്കും. ഇതിനൊന്നും കൊടുക്കണ്ട, വെള്ളവും തേങ്ങ ഒന്നും വാങ്ങി ചുമ്മാ ഇങ്ങനെ നിന്നോളൂ. ഓക്കെ. ഹായ് മാക്സ്. ഈ ഓരോ പാട്ടൊക്കെ പാടുന്നതിന് മുമ്പേ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കൂല പാട്ടിനൊക്കെ വേണ്ടി. ചിലപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ആയിരിക്കും, ചിലപ്പോൾ അതിന്റെ ഒരു ഹരീഷ് വേർഷൻ മ്യൂസിക്കൽ വേർഷൻ ആയിരിക്കും. അതൊക്കെ ഈ വീട്ടിലിരുന്ന് സംഭവിക്കുന്നതാണോ അതോ ഓൺ സ്റ്റേജ്? പലപ്പോഴും പല സ്ഥലത്ത് അതിനൊരു പ്രത്യേകിച്ചൊരു പ്രീമെഡിറ്റേഷൻ ഇല്ല, ഓരോ പോയിന്റുകളിൽ സംഭവിച്ചു പോകുന്നുണ്ട്. ഞാൻ ഇതാണ് എനിക്കിഷ്ടമുള്ളൊരു സ്ഥലം. വരൂ. ഓ നൈസ്. ഓ ഇതാണ് എൻ്റെ സ്റ്റുഡിയോ. അകത്തേക്ക് വരാം. എങ്ങനെയാ സ്റ്റുഡിയോ ടൈമിങ്സ് ഉണ്ടോ? രാവിലെ മൊത്തം അല്ലെങ്കിൽ പറഞ്ഞ പോലെ സൗകര്യം പോലെയൊക്കെ. ഇതാ ഞാൻ പറഞ്ഞു, ഇത് ഫുള്ള് ഇത് രാത്രി ആയി കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്കാണ്. ഓ, നമുക്ക് ജസ്റ്റ് ആ 4 ലൈറ്റ് മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുട്ടത്തിരുന്ന് പണിയെടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. പിന്നെ ഇത് അക്കോസ്റ്റിക് കർട്ടൻസ് ഇട്ടതാ, നമുക്ക് നല്ല വൈബാണ്. പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇത് ഓപ്പൺ ചെയ്യാം, ഞാനിപ്പോൾ ചെയ്യാറില്ല. ഈ ഒരു ആം ചെയർ ഇങ്ങനെ ഒരു റെക്കോർഡിംഗ് സെഷൻ പോലത്തെ സ്ഥലത്ത് അതിന്റെ ഐഡിയ എന്താ? ഓ ക്ലീഷേ, സ്വന്തം എങ്ങനെ ഇരുന്ന് കംഫർട്ടബിൾ ഒന്നും അല്ല, പണിയൊന്നും നടക്കില്ല. അത് വെറുതെ ക്ലീഷേ. ഞാൻ വിചാരിച്ചു ഹരീഷേട്ടന്റെ പാട്ടുകൾ തന്നെ കേട്ടിട്ട് ക്ലീഷേ പ്രോ മാക്സ്. ഇതൊരു നല്ല റൂമാണ്, ട്രീറ്റഡ് റൂമാണ്. അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന റൂമാണ്. എന്തിനെങ്കിലും ഒരു അകത്തിന്റെ ഫുൾ വർക്ക് ഇവിടെ നടക്കുന്നത്. ഓക്കെ, നമ്മുടെ ബാൻഡിന്റെ എല്ലാ പ്രൊഡക്ഷനും അതിന് നടക്കുന്നത്. ഈ സോളോന് വേണ്ടിട്ട് അകത്തിന്റെ കുറെ അത് പക്ഷേ ആ സമയത്ത് ഈ വീട് ഉണ്ടായിരുന്നില്ല, അത് വേറെ സ്റ്റുഡിയോ ചെയ്തത്. പക്ഷെ ഇപ്പം അറ്റ്ലീസ്റ്റ് അകത്തിന്റെ സെക്കൻഡ് ആൽബം, വർക്ക് ചെയ്യുന്ന തേർഡ് ആൽബം പരിപാടിയൊക്കെ ഈ റൂമിൽ തന്നെയാണ് ചെയ്യണം. എന്താണ് ഈ മ്യൂസിക്കൽ പീസിന്റെ പ്രത്യേകത? ഏത് ഇതോ? അതൊരു നോർമൽ വയലിൻ ആണോ? സാധാ വയലിൻ, യമഹയുടെ ഇലക്ട്രിക്. ഓക്കെ. ഒരു ഷേപ്പിംഗ് ഇരിക്കുന്നതല്ലോ, നോർമൽ. ഞാൻ കുറച്ച് വായിക്കും അത്യാവശ്യം. അയ്യോ അതൊന്നുമില്ല, ചുമ്മാ. ചുമ്മാ എനിക്ക് പ്രാക്ടീസ് വയലിൻ അത്രേ ഉള്ളൂ. ഒരു ലൈവ് പെർഫോമൻസ് ഒന്നും ഞാൻ വായിക്കാറില്ല, അതിനുള്ള കഴിവൊന്നുമില്ല. പ്രാക്ടീസ് വയലിനായിട്ട് ചുമ്മാ ഇഷ്ടമാണ് വയലിൻ വായിക്കാൻ. എത്ര അങ്ങനെ ഇവിടെ ഇരിക്കുന്നതിന് അങ്ങനെ സമയം, ടൈം ലിമിറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇത് ഞാൻ ചിലപ്പോൾ ജോലി ചെയ്യാൻ വരും ഇവിടെ. ഓഫീസ് പണി ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യണം. ഓക്കെ. സിസ്റ്റം ഓൺ ചെയ്താൽ മതിയല്ലോ. 2 മോണിറ്ററുണ്ട്, സ്പീക്കറുണ്ട്, ഹെഡ്ഫോണുണ്ട്. ഗുഡ് ലൈഫാണ് ഇവിടെ. ഇങ്ങനൊരു മ്യൂസിക് റൂം അല്ലെങ്കിൽ ഇത്രയും എക്യുപ്മെന്റ്സ്, ഗാഡ്ജറ്റ്സ് അങ്ങനെ സ്വപ്നമായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരു പിന്നെ ഉറപ്പായിട്ടും എപ്പോഴൊക്കെ പൈസ കിട്ടിയോ അപ്പോഴൊക്കെ സാധനങ്ങൾ മേടിച്ചു. എന്താ ആദ്യം മേടിക്കുന്നത് ഏറ്റവും ആഗ്രഹത്തോട് കൂടിയിട്ട്? ആദ്യം മേടിച്ച സ്പീക്കർ തന്നെ. എല്ലാവരുടെയും തുടക്കം മോണിറ്റർ സ്പീക്കർ മേടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ എൻ്റെ ഇല്ല, അത് പോയി. ഇത് പിന്നെ ഞാൻ മേടിച്ചതാണ് ഈ സ്പീക്കർ. ഇതും പഴയതാണ്, ഇത് 2013 മേടിച്ചതാണ്. ആഡമേഴ്സ്. ഇതൊരു സാധാരണ ഒരു ആവറേജ് സ്റ്റുഡിയോയിലൊക്കെ ഉള്ള ഒരു സാധനമാണ്. അങ്ങനെ ഒരു ഭയങ്കര ഹൈ എൻഡ് ഒന്നുമില്ല. ഇത് കുറച്ച് നല്ലതാണ്. ഇത് നോയ്മൻ്റെ സബ്വൂഫർ കോൺഫിഗറേഷൻ. അല്ല കുഴപ്പമില്ല. ഈ റിംഗ് ലൈറ്റ് റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും പട്ടി ഷോ കാണിക്കണ്ടേ. അപ്പോൾ ഒരു പരിധിയില്ല. ശരിക്കും ചോദിച്ചോട്ടെ, നിങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കാത്തതാണോ
അതോ ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട, ഞാൻ കുറച്ച് ചിൽ മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ടാണോ? ഞാൻ എന്നെ സീരിയസ് എടുക്കാത്ത തന്നെയാണ് ശരിക്കും. അതെ. പക്ഷെ മ്യൂസീഷ്യൻസ് നാർസിസിസ്റ്റ് ആണ്, മ്യൂസീഷ്യൻസ് സ്വയം വേണം കുറെ മ്യൂസീഷ്യൻസ് നാർസിസിസ്റ്റ് ഒക്കെയാണ്, അത് കുഴപ്പമൊന്നുമില്ല. അതിപ്പോ ഈ പറഞ്ഞ പോലെ അവനവന്റെ അകത്ത് നിൽക്കുന്ന നാർസിസം കൊണ്ട് വലിയ ഉപദ്രവമില്ലല്ലോ. ഓക്കെ, ഹായ്, നമസ്കാരം. ചേച്ചി പരിചയപ്പെടുത്തിയാൽ അക്ക ഒരു ഹായ് சொல்லுங்க അക്ക. ഞങ്ങളുടെ കൂടെയുള്ള ചേച്ചിയാണ്, ഞങ്ങളുടെ ഫാമിലിയാണ്. ഈ ചേച്ചിയാണ് മറ്റേ ബ്യൂട്ടിഫുൾ കോലംസ് ഇടുന്നത്? അതെ, ഈ ചേച്ചിയാണ് നമ്മുടെ വീട്ടിലെ ബ്യൂട്ടിഫുൾ കോലംസ് ഒക്കെ ഇടുന്നത്. താങ്ക് യു ചേച്ചി, നൈസ് കോലംസ്. ഓക്കെ, ഇനി ഈ സ്പേസ് പായോ ഇതൊന്നും ചെയ്തിട്ടില്ല, ചുമ്മാ അങ്ങനെ വിട്ടതാ. മോളിലൊരു ജിം ഉണ്ട്, ഞാൻ അവിടെ പോകാറുണ്ട്. ഇതിനകത്ത് എൻ്റെ മോള് കിടന്നിറങ്ങുന്നു, അതിൻ്റെ അകത്ത് കൂട്ടി എൻ്റെ ഭാര്യ കിടന്നിറങ്ങുന്നു. അപ്പം പിന്നെ മകൾക്ക് ജിമ്മുണ്ടായിട്ട് അച്ഛന് ജിമ്മില്ലാത്തത് ഒരു കുറവായിട്ട് തോന്നാറുണ്ടോ? എന്താണ്? മകൾക്ക് ജിമ്മുണ്ടായിട്ട് അച്ഛന് ജിമ്മില്ലാത്തത് ഒരു കുറവായിട്ട് തോന്നാറുണ്ടോ? ജിമ്മുണ്ട് അവിടെ, ഞാൻ പോകാറൊന്നുമില്ല. പിന്നെ ഇവിടെ ആരും കയറാത്തൊരു റൂമുണ്ട്, കയറണം എന്ന് ആഗ്രഹിക്കുന്ന പക്ഷെ കയറാത്തൊരു റൂം. അതെന്താണ്? ഓ, തിയേറ്റർ. നല്ലതാണ്, പക്ഷെ നമ്മള് യോഗം ഭയങ്കര കുറവാണ്. ഏറ്റവും അവസാനമായിട്ട് കണ്ട പടം ഏതാ? ഏറ്റവും അവസാനം കണ്ടത് 1000 ബേബീസ് സീരീസ് അതാണ് അവസാനം കണ്ടത്. പടം മെയ്യഴകൻ. ഓക്കെ ഓക്കെ ഓക്കെ. അവിടുന്ന് സ്ട്രീം ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ കാണാം? അല്ല, അതാ ഇവിടെ ഇത് അതിന്റെ പുറകിൽ ഇത് കൊടുത്തിട്ടുണ്ട്, പ്രൊജക്ടറിന്ന് മറ്റേ ഇത് ഫയർ സ്റ്റിക്ക് ഇത് പ്രൊജക്ടർ, ഇത് മോളിൽ എനിക്കുള്ള പ്രൊജക്ടർ. ലളിതമായ സെറ്റപ്പാണ്. എത്ര ലാക്സ് വർത്തായി ഹോം തിയേറ്റർ? ഇത് 12.5 13. പക്ഷെ പഴയതാ. അതൊന്നും ഇപ്പൊ ഒരു പുതിയ സൊഫിസ്റ്റിക്കേറ്റഡ് ഇപ്പൊ കൈ വെച്ച് കഴിഞ്ഞാൽ 30-40 ഒക്കെയാ. നല്ല വലിയ ക്വാളിറ്റി സാധനം വെക്കുന്നത്. പക്ഷെ വീടും പഴയതല്ലേ, വീട് 2007 ഇങ്ങോട്ട്. ഇതൊരു നല്ല സ്പേസാ. ഓക്കെ, ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഒന്നുമില്ല, നമ്മൾ വന്നിരിക്കും. ഒരു ഡെക്ക്, അത്രേ ഉള്ളൂ, ഒരു ഡെക്ക് സ്പേസ്. രാവിലെയൊക്കെ വന്നിരിക്കാൻ അത് നല്ലതാ. പിന്നെ ഇവിടെ ചുറ്റും ടോൾ ട്രീസ് ആണെന്നുള്ളതും ഒരു നല്ല ബെനിഫിറ്റാ. ഈവനിങ്സ് മോർണിംഗ്സ് ഏതാ? മോർണിംഗ്സ് ഇവിടെ എല്ലാവരും വേഗം പോകും. മോൾ 6:30 പോകും, വൈഫ് 8 മണിക്ക് പോകും. ഞാൻ മോർണിംഗ്സ് വരവ് കുറവാണ്, ഈവനിങ്സ് വരും. ഒരു 6-7 മണിയൊക്കെ ആകുമ്പോൾ. കൊതുകുണ്ട് ഇവിടെ, പക്ഷെ രാവിലെ ഈ സ്പ്ലെൻഡിഡ് ആയ മോർണിംഗ്സിൽ ഇരുന്ന് സാധകം ചെയ്യുന്ന ഹരീശ്വരാമകൃഷ്ണനെ കാണാൻ പറ്റില്ല. ഇല്ല, അങ്ങനെ ഒരു പരിപാടി തന്നെ എനിക്കില്ല. എന്താ അങ്ങനെ? സാധാരണ നമ്മൾ ഈ സോ കോൾഡ് മ്യൂസീഷ്യൻസ് ഉള്ളൊരു പ്രീ കൺസീവ്ഡ് നോഷൻ ഇല്ലേ, അതിനൊക്കെ ബ്രേക്ക് ചെയ്യണം, അങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ കൂടെ പറ്റാത്തോണ്ടാ, ആഗ്രഹമായിട്ടൊന്നുമല്ല. പണിക്ക് പോകണ്ടേ 10 മണിക്ക്, ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ സാധകമൊക്കെ. അതെപ്പോഴെങ്കിലും നന്നായെന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു പ്ലാൻ ജോലിയുള്ളത്? പിന്നല്ലാണ്ട് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. മോളുടെ ട്യൂഷൻ ഫീസിലൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയിക്കണ്ട, ഞാൻ സമാധാനമുണ്ട്. അതിർത്തിയിൽ യുദ്ധമുള്ളപ്പോൾ മനുഷ്യന് സമാധാനം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതൊക്കെ പൂച്ചയുടെ വക. ഇത് മേടിച്ച് കൊടുത്തിട്ടാണ് ഈ അവസ്ഥ. ഇത് മാന്താൻ മേടിച്ച് കൊടുത്തതാ, അപ്പൊ അത് മാന്തില്ല, അത് പ്രത്യേകിച്ച് അത് തന്നെ മാന്തണം. ഓക്കെ, പൂച്ചകളെ വളർത്തുന്നവർ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഒരു നമുക്ക് സ്പേസ് ഉള്ളതൊരു ലക്കല്ലേ. പക്ഷേ ഈ ട്രോളുകൾ ബാധിക്കാത്തൊരവസ്ഥയിലല്ലേ ഇപ്പൊ ഉള്ളത്? ആദ്യമൊക്കെ ബാധിച്ചിരുന്നു, ഇപ്പൊ കുറവാണ്. എപ്പോഴാ അതിന്റെ ഫൺ മോഡ് മാറി കുറച്ച് ഇത് സീരിയസ് ആയിട്ട് എഫക്ട് ചെയ്ത സമയം ഉണ്ടാവും എപ്പോഴെങ്കിലും? എത്ര ഫൺ മൂഡ് പിടിച്ചാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ മനുഷ്യരല്ലേ, നമ്മുടെ റിലൻറ്റ്ലെസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഏത് മനുഷ്യനും സംഭവിക്കുന്നത് തന്നെയാണ് എനിക്ക് സംഭവിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണ്ണ് പിടിക്കുന്നവരെ കുഴപ്പമില്ല, അറ്റാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അറ്റാക്ക് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഒരു മനുഷ്യനും ഡീൽ ചെയ്യാൻ പറ്റില്ല. എത്ര ഭയങ്കര എന്തു പറയുകയാണ്, മറ്റേ ഹൗ മച്ച് എവർ യു തിങ്ക് യു ആർ ഇവോൾവ് ആസ് എ ഹ്യൂമൻ, നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കാണുമ്പോൾ നമ്മളുടെ ഓട്ടോമാറ്റിക് നമ്മളുടെ റിയാക്ഷൻ വിക്ടിമിൻ്റെതാവും. എന്നെ എന്തിനാ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാന്നുള്ള ആ ഒരു വിക്ടിം നമ്മൾ മനുഷ്യരല്ലേ. നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ അതൊരു മെച്യൂരിറ്റി പ്രോസസ്സ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ എന്ത് ആവാനാണ്, നമുക്ക് ഇതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുഴപ്പമൊന്നും. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമൊക്കെ വരുന്നത് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ആരെങ്കിലും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ നമുക്ക് പല ഇൻസെക്യൂരിറ്റി ഉണ്ട്.
ഇതിപ്പോൾ കോവിഡ് കഴിഞ്ഞാൽ പരിപാടികൾ കിട്ടുമോ, നമ്മളെ ഇനി ആരെങ്കിലുമൊക്കെ മൈൻഡ് ചെയ്യുമോ, നമ്മളിപ്പോൾ ഇത്രയും പേര്, കാരണം കുറ്റം പറിച്ചത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ, നല്ലത് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹേറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് പ്രോഗ്രാംസ് ഇല്ല, നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് അറിയില്ല. അതൊക്കെ സൈക്കോളജിക്കലി നമ്മളങ്ങ് തകർത്ത് കളയും. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ കഴിയട്ടെ, ഇപ്പോൾ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് എനിക്ക് മാസം 5 പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ പ്രോഗ്രാമിനും അത്യാവശ്യം ആൾക്കാർ വരുന്നൊരു ടിക്കറ്റ് മേടിച്ച് പരിപാടിയാണ്. അപ്പം ടെൻഷനില്ല, ഈ തതി പറയുന്നതിൻ്റെ പരിപാടിക്ക് വരണ്ടെന്നേ. ഈ ഞങ്ങളൊന്നും അറിയാത്ത പരിപാടികൾ കിട്ടാൻ പാടുണ്ടായിരുന്ന ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ശരിക്കും ഹരീഷ്? പിന്നെ എനിക്ക് മാത്രമല്ല, എല്ലാ ആർട്ടിസ്റ്റിനും ഉണ്ട്, എല്ലാ ആർട്ടിസ്റ്റിനും എനിക്കും ഉണ്ട്. അതാണ് കൂടുതൽ. ആ സമയങ്ങളിൽ ആലോചിക്കാറുണ്ടോ? പിന്നെ അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴത്തെ സമയത്തെ കുറിച്ച് ഭയങ്കര സന്തോഷമൊക്കെ തോന്നും. നമ്മൾ എന്തൊക്കെയോ ആയി എന്നൊക്കെ തോന്നും. ഞാൻ കേട്ടിട്ടുണ്ട് സാർ, ഐ മീൻ നമ്മുടെ ബാലഭാസ്കർ അദ്ദേഹത്തിന് ഇനീഷ്യൽ ടൈമിൽ അദ്ദേഹം ഒരു ഇവന്റിന് പോയെന്നും, ആൻഡ് അദ്ദേഹം വയലിൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ ഭയങ്കര ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ട് അതിനെ നോക്കിയത്, അദ്ദേഹം തിരിഞ്ഞു നിന്നത് വായിച്ചു. പിന്നെ അങ്ങനെ മനസ്സിലങ്ങനെ കഴിഞ്ഞ ആഴ്ച സീരിയസ് ആയിട്ട് ചോദിക്കാൻ വരുമ്പോ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ ആഴ്ച എന്താ സംഭവിച്ചത്? നമ്മള് 2 തരത്തില് പരിപാടി വായിക്കും. ലൈക്ക് ഒരെണ്ണം നമ്മുടെ ഓഡിയൻസിന് നമ്മളെ നല്ല താല്പര്യമുണ്ട്, അവര് വരുന്നു, ചിയർ ചെയ്യുന്നു, പാട്ട് പാടുന്നു, നമ്മളെ സ്നേഹിക്കുന്നു. വേറൊരിടത്ത് ഒരു ഓഡിയൻസ് നമ്മൾ വിചാരിക്കുന്നു ഇവന് 2 മണിക്കൂർ പാടാനുള്ള പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ ഇവനെ അങ്ങ് മേടിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ പിന്നെ അവര് വെള്ളമടിക്കുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന്റെ പുറകെ ഞാൻ പാടുന്നു. അപ്പൊ അതിനകത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ അതിനും കൂടെ ചേർത്ത് പൈസ മേടിക്കാം. നമ്മൾ കേൾക്കാതിരിക്കുന്ന ഓഡിയൻസിന് നമ്മൾ കൂടുതൽ പൈസ മേടിക്കാം, കേൾക്കുന്നവരടുത്ത് നമ്മൾ കുറച്ച് പൈസ മേടിക്കുള്ളൂ. കൂടുതൽ ഒരു താല്പര്യമില്ലാതെ വരുമ്പോഴാണ്. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കല്യാണം. നല്ല പൈസ കിട്ടും, ഒരാൾ തിരിഞ്ഞു നോക്കില്ല. അല്ല, അത് അവരെ കുറ്റപ്പെടുത്തിയിരിക്കുക. ഞാൻ മോശം ഗായകനായതുകൊണ്ടോ അവർക്ക് ജനം കഴിക്കില്ലപ്പാ. ആകെ അവര് ഫോട്ടോ എടുക്കും, നല്ല എത്ര അവർ ഈ ഫ്ലോറൽ അറേഞ്ച്മെന്റിനും ബ്രൈഡൽ കോസ്റ്റ്യൂമിനും ചെയ്തിട്ടൊക്കെ എത്ര പൈസ മുടക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ടിക്ക് ബോക്സ് ആണ് ഈ ബാൻഡ്. അതൊക്കെ കളിച്ചിട്ട് നമ്മളൊന്ന് കേൾക്കണം നടക്കുന്ന കാര്യമാണ് അതൊക്കെ. അപ്പൊ അതിനും കൂടി ചേർത്ത് പൈസ മേടിക്കുക. കേൾക്കാണ്ടിരിക്കലിന് പൈസ മേടിക്കില്ല. ഇപ്പം എൻ്റെ ഒരു രീതിയാണ്. കുക്കിംഗ് എങ്ങനെയാ? ഞാൻ ഉണ്ടാക്കി ഞാൻ കഴിക്കാൻ പറ്റും. ഒരു സർവൈവൽ കുക്കർ അത്രേ ഉള്ളൂ. അല്ല, ബാക്കിയുള്ളവർ റിസ്ക് എടുത്ത് കഴിക്കാം. എനിക്ക് അല്ല, ഇത് ഈ കിച്ചണിലപ്പോ എത്ര വട്ടം കയറിയിട്ടുണ്ട്? കിച്ചണിൽ സ്ഥിരം കയറാറുണ്ട്. ഇതിന് രാത്രി എടുത്ത് തിന്നണ്ടേ? അങ്ങനല്ല, കട്ട് തിന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. സീരിയസ് ആയിട്ട് കുക്ക് ചെയ്യാൻ കയറാറില്ല ബ്രോ. ഇല്ല. മാഗി പോലും മാഗി വല്ലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ടോ? കുറവാ, വേറെ ഇല്ലാത്ത കാര്യത്തിന് പറയണേ. അപ്പൊ ഈ ഓപ്പൺ കിച്ചണിൽ ഇവിടെ ഇരിക്കും, അവിടെ നിന്ന് ആരെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടു തരും. ആരല്ല, ചേച്ചി നേരത്തെ വന്നില്ലേ, ചേച്ചി ഉണ്ടാക്കി തരും, ഞങ്ങൾ കഴിക്കും. വൈഫ് കുക്ക് ചെയ്യും, പക്ഷെ ഞാൻ കുറവാ. എനിക്ക് പക്ഷെ ഫംഗ്ഷനിൽ കുക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ അങ്ങനെ ഒരു ഇതിപ്പോ പാട്ട് പാടുമോ എന്നൊക്കെ ചോദിക്കണ പോലെയാണ്. എല്ലാവരും പാടും, നന്നായി പാടുമെന്ന് ചോദിക്കുമ്പോൾ അഭിപ്രായം മാറും. ഇതെന്താ പ്രീമിയം ഗസ്റ്റിന് മാത്രമുള്ളതാ? എന്ത് ഇവിടെ? അയ്യോ, ഇവിടെയാണല്ലേ സ്വന്തം വീടിന്റെ വാതിൽ നോക്കാനറിയാത്ത ശരിക്കും തന്റെ വീട് തന്നെയാണോ? മറ്റേ ഇൻഹരിഹറിനെ ഇതിനകത്ത് ചോദിക്കുന്ന പോലെ. ഇത് ശരിക്കും ഞാൻ ഷോപ്പ് പീസ് ആണെന്ന് വിശ്വസിക്കണോ? ഏത് തന്നെയാണ് കള്ള? അതല്ല, ഈ കള്ളൊക്കെ ഷോപ്പ് പീസ് ആയിട്ട് തന്നെയാണെന്ന് അത് കുടിക്കണമല്ലോ. ഞാൻ കുടിക്കില്ല എന്നുള്ളൂ ശരിക്കും. പിന്നെ ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മദ്യപാനത്തിനോട് ഒരു വിരോധവും ഇല്ല. എനിക്ക് ആരോഗ്യസ്ഥിതി ഒക്കെ വളരെ മോശമായതുകൊണ്ട് ഈ പരിപാടിയൊന്നും ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ല. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ നല്ല എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് ആരെങ്കിലും കൊണ്ടുവന്ന് വരും, അല്ലെങ്കിൽ ഞാൻ തന്നെ മേടിച്ചുകൊണ്ട് വരും. പിന്നെ ഈ വിസ്കിയൊക്കെ വെക്കുന്നത് കണ്ടാൽ നമുക്ക് എന്തോ അതിനെ കുറിച്ച് ഭയങ്കരമായിട്ടൊക്കെ അറിയാമെന്നൊക്കെ ആൾക്കാർ വിചാരിക്കില്ലോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാമല്ലോ അല്ലേ? അപ്പം ഇതൊക്കെ ഭയങ്കര അർത്ഥം അതിനൊക്കെ. അങ്ങനെ ഒന്നുമില്ല, മറ്റേ വെറുതെ കുപ്പി വെച്ച് കഴിഞ്ഞാൽ ഒരു മര്യാദ ഉണ്ടാവില്ല. അതേ സമയം ഡീകാൻഡർ മേടിച്ച് അതിനകത്ത് 8 PM ഒഴിച്ച് വെക്കും. ജവാൻ അകത്ത് ജവാനാ. അല്ല, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഓസ്കാർ അവാർഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ഈ ടൈലർ സ്വിഫ്റ്റ് ഒക്കെ പെർഫോം ചെയ്യില്ലേ? അതുപോലെ ഹരീഷ് മിഷൻ എപ്പോഴെങ്കിലും പെർഫോം ചെയ്യുന്ന അങ്ങനത്തെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഉണ്ടോ? സ്വപ്നത്തില് പലതവണ. അത് നമുക്ക് ഇങ്ങനെ അക്കാഡമി അവാർഡ്സ് ഒന്നും അല്ല, അത്ര വരെ പോയിട്ടില്ല. നമ്മള് തലേന്ന് കാണുന്ന സിനിമ പോലെ ഇരിക്കും. കഴിഞ്ഞ ആഴ്ച പത്മശ്രീ ആയിരുന്നു. പ്രാഞ്ചേട്ടൻ കണ്ടിട്ട് പറയുകയാണ്. പത്മശ്രീ
പത്മശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ. അത് ഭയങ്കര ലെങ്ത് ആവും, നല്ല ലെങ്ത് ആവും. ഷിജു എന്നോ ഷിബു എന്നൊക്കെ പറഞ്ഞ ഭേദമല്ലേ? പത്മശ്രീ ഷിജു, അറ്റ്ലീസ്റ്റ് പത്മശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ എന്ന് പറയുമ്പോൾ വെയിറ്റ് എങ്കിലും ഉണ്ട്. അപ്പൊ ഒരിക്കലും ഭയങ്കര ഈസി ആയിട്ട് ഇവിടെ മറ്റേ ബ്ലൂസും ജാസ് ഒക്കെ പ്ലേ ചെയ്ത് മദ്യം സിപ്പ് ചെയ്യുന്ന ശിവരാമകൃഷ്ണനെ കാണാനേ പറ്റില്ല. എന്നെയോ? ഒരിക്കലും മദ്യപാനില്ല, അതാണ് പ്രശ്നം. ഫേസ്ബുക്കിൽ പരക്കെ എനിക്ക് സ്ഥിരം പരിപാടി തന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മദ്യപാനമില്ല. എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഇല്ല. നല്ല പോർട്രേറ്റ്സ് ഇതും അങ്ങനെ ഒരു ഒന്നുമില്ല, ജസ്റ്റ് അങ്ങനെ. ഇത് പക്ഷേ എനിക്ക് നമ്മളോട് സ്നേഹമുള്ള ആൾക്കാർ വരച്ചു തരുന്നതാണ് എല്ലാം. എല്ലാം അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പടങ്ങളെല്ലാം തന്നെ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരച്ചു തന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു കാര്യമാണ്. അത് ആൾക്കാർ നമ്മളുടെ ഒരു പോർട്രേറ്റ് എഫേർട്ട് ഇട്ട് നമുക്ക് ചെയ്തു തരുന്നു എന്നുള്ളത്. ഈ വൈഫ് ലവ് മാരേജ് ആയിരുന്നു? ഞങ്ങൾ കോളേജ് ഒരുമിച്ചുണ്ടായിരുന്നു, ഓഫീസിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അതിനല്ലേ ലവ് മാരേജ് എന്ന് പറയുന്നത്? ലവ് മാരേജ് എല്ലാ മാരേജിനകത്തും ലവും ലവ് ഇല്ലായ്മയൊക്കെ എല്ലാ മാരേജിന്റെ ഭാഗമല്ലേ? അപ്പോൾ ഈവൻ അറേഞ്ച് മാരേജസ് ആൻഡ് സം സെൻസ് ലവ് മാരേജസ്. ഓൺലി തിങ് ദാറ്റ് യു സ്റ്റാർട്ട് ലവിങ് ലേറ്റർ. ഓക്കെ, ഇൻസ്റ്റന്റ് ആയിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ്, സിൻസ് യു ഹാവ് എ ലോങ് ഇയേഴ്സ് ഓഫ് സക്സസ്, കഴിയുന്നത് ഒഴിവാക്കുക. അങ്ങനെ പറയാൻ പറ്റില്ല. ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇത്രയും വർഷങ്ങൾ പ്രണയിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ച ആളുന്ന ഒരു അഡ്വൈസ്. എടോ, കല്യാണം ആയാലും എന്ത് ബന്ധമായാലും ഈ കോപ്പൊന്നും എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ പറയാം. ഇതെന്താന്നറിയാം, നമുക്ക് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ അത് നേരത്തെ പറഞ്ഞു തട്ടാ മതി. പറ്റുവച്ച ഒഴിവാക്കുക, പറ്റുവച്ച ഞാനും ഇത് ആശാമായി വി കീപ് ജോക്കിംഗ് അബൌട്ട് ഇറ്റ് ബിക്കോസ് വി ഹവ് ബീൻ ടുഗദർ ഫോർ എ വെരി ലോങ് ടൈം. ഞങ്ങൾ 2007 കല്യാണം കഴിച്ചത്, 18ാമത്തെ വർഷം റണ്ണിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ വി ബീൻ മാരീഡ് ഫോർ 18 years and we have known each other for longer. ഞാൻ പുള്ളിക്കാരി 2005 പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 2 decades ഓഫ് ബീങ് ടുഗദർ, ഞാനും വൈഫും. ഒന്നുമില്ല. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ സെൽഫിഷ്നെസ്സിനെ ലവായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. അതാണ് എൻ്റെ ഒരു ലേണിംഗ് ത്രൂ മൈ ഓൺ ലൈഫ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ല, നമുക്ക് നമ്മളോട് മാത്രം സ്നേഹമുള്ളതുകൊണ്ടാണ്. ഇപ്പം നമുക്ക് അവരോടാണ് സ്നേഹമെങ്കിൽ അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ എതിരെ നിൽക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടമുണ്ട്, സ്കൈ ഡൈവ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ബഞ്ചി ജമ്പ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക രീതിക്കുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കോൺസെർട്ടിന് പോകാൻ ഇഷ്ടമുണ്ട്. അപ്പം ഞാൻ പറയുന്നു, പക്ഷേ അത് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. കാരണം എനിക്ക് പേടിയാണ്, അയ്യോ സ്കൈ ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം പറ്റുമോ, അല്ലെങ്കിൽ വേറെ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്, അത് നമ്മളുടെ ഒരു സമ്പ്രദായത്തിൽ ഇതിലൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അത് ശരിയാവില്ല, അല്ലാണ്ട് അവർക്കത് ശരിയാവില്ല എന്നല്ല. അപ്പോൾ ഈ നമുക്ക് ശരിയാവാത്തതിനെ ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി പറയുന്നത് എടാ അത് എനിക്ക് ശരിയാവില്ല, അതുകൊണ്ട് നീ ചെയ്യരുതെന്നാണ്. ആ രീതിക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഓഫ് അടിക്കും. അത് ഭയങ്കര തെറ്റായിട്ട് ഫീൽ ചെയ്യും താങ്കൾക്കും എനിക്കും. എടാ എനിക്ക് നീ പോകണ ഇഷ്ടമല്ല, അതുകൊണ്ട് നീ പോകരുത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെവിടെയാണ് സ്നേഹം? അതിൽ സ്നേഹം എന്നുള്ള സെൽഫ്ലെസ്നെസ് മാത്രമല്ല, സ്നേഹമില്ല. സ്നേഹം അവിടെ എനിക്ക് എന്നോടാണ്. കാരണം ഇതിപ്പോൾ പലപ്പോഴും പറഞ്ഞില്ല, നീ വീട്ടിലെത്തിയ എന്നെ വിളിക്കണം എന്ന് പറയുന്നത് 90% കേസ് 90% കേസിലും എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്, അല്ലാണ്ട് നിങ്ങൾ എത്തിയെന്നുള്ളതുകൊണ്ടല്ല. അത് തെറ്റല്ല. മനുഷ്യരങ്ങനെയാണ്. മനുഷ്യൻ ആത്യന്തികമായിട്ട് സെൽഫിഷാണ്. ഇപ്പോൾ നമ്മളോട് നീ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഭാഗം മാത്രമാണ് കൺസേൺ. ഇത് കൺസേൺ 100% വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ ലോകത്തുള്ളൂ, അമ്മ. ബാക്കി എല്ലാവർക്കും അവരവരുടെ കംഫർട്ടാണ്. നിനക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം, നീ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ടിരിക്കാം, നീ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ടിരിക്കാം. അവിടെ എല്ലാം പറയുന്നത് എനിക്ക് സമാധാനമായിട്ടിരിക്കാം. ഒരു മിസ്റ്റേക്ക് ഒന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്ന ആത്യന്തികമായിട്ട് നമ്മളെല്ലാം സെൽഫിഷാണ്. സെൽഫിഷ്നെസ് ഇസ് എ വെർച്യു. അതിനൊരു കുറ്റമായിട്ട് പറയുന്നു വേണ്ട. അതിനിങ്ങനെ ഗ്ലാമറൈസ് ചെയ്ത് സ്നേഹമാണ്, കളർപ്പില്ലാത്ത പ്രണയമാണ്, ദിവ്യമാണ്, തേങ്ങയുടെ മാങ്ങയാണ് എന്നൊക്കെ പറയുന്നതിനുള്ള ഒരു ഓഫ് മാത്രം എനിക്ക് കിട്ടാറുണ്ട്. ഉദാഹരണത്തിന്, ഞാനും എൻ്റെ വൈഫും 18 വർഷമായിട്ട് ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിക്കുന്നു. പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പുള്ളിക്കാരി ചെയ്യുന്നതിന് ഞാൻ തടസ്സം നിൽക്കാത്തത് കൊണ്ടും എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നതിനെ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്തുകൊണ്ടും മാത്രമാണ് നിങ്ങളീ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. പരിപാടിക്ക് പോകുന്നതും ഓഫീസിൽ പോകുന്നതും പൂച്ചയും നോക്കുന്നതും നിങ്ങൾ എപ്പോഴും ഹരിച്ചിട്ടുണ്ടാവും. വീട്ടിലിരിക്കുന്ന ഒരാൾ സപ്പോർട്ട് ചെയ്യണ്ടേ? അപ്പോൾ പുള്ളിക്കാരിക്ക് ഇത് സപ്പോർട്ട് ചെയ്യാനുള്ള മൈൻഡ് അല്ല എന്നുണ്ടായിരുന്നെങ്കിൽ പാട്ടും നടക്കില്ല, പൂച്ചയും നടക്കില്ല, ഒരു പരിപാടിയും നടക്കില്ല. ഞാൻ മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന പോലെ വന്നിട്ട് തിരിച്ചു വന്ന് 6 മണിക്ക് വരുന്നു, സീരിയൽ കാണുന്നു,
ഡിന്നർ കഴിക്കുന്നു, 9 മണിക്ക് കിടക്കുന്നു, രാവിലെ എണീക്കുന്നു. അത് നമുക്കങ്ങനെ കണ്ണിൽ കാണാം. ഒരു ബനിയനെ ഇട്ടിട്ട് ഒരു ലുങ്കിയെ കൊടുത്തിട്ട് TV-യുടെ മുമ്പിൽ നിന്നിട്ട് മറ്റേ ഏഷ്യാനെറ്റിൽ സീരിയലൊക്കെ കണ്ടിട്ട് ഒരു 9:00 ആകുമ്പോൾ അന്ന കിടക്കാം, നല്ല രാവിലെ 6:15 ഡ്യൂട്ടിക്ക് പോകണം. ആലോചിച്ച് നോക്കേണ്ട അവസ്ഥ ആണ്. എത്ര പേരുടെ അവസ്ഥയത്. മകളുടെയും മകളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ കൂൾ ഡാഡാ. അവർക്ക് 25 വയസ്സ് കഴിഞ്ഞവർ വരെ കിഴവന്മാരാണ്. എന്തൊന്ന് കൂള്. അല്ല, ഞാൻ ഈ ടാറ്റൂയിങ്ങും ഈ സ്റ്റൈലിങ്ങും ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഭയങ്കര കൂളായിട്ടുള്ള അച്ഛനുണ്ടായിരുന്നു. സത്യം പറയട്ടെ, ഇതൊക്കെ വെച്ച് വേണം പിടിച്ചു നിൽക്കാൻ, ജീവിച്ചു പോവാൻ. അല്ലെങ്കിലേ നാട്ടുകാർക്കൊക്കെ പട്ടി വില. കാര്യങ്ങൾക്ക് ഒരു കാര്യത്തിനും ഒരു വിലയില്ലാത്ത സിറ്റുവേഷനാണ്. അപ്പം പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മറ്റേ എയർപോർട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ ടീഷർട്ടും മുണ്ടും ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വികൃത ജന്തു കയറ്റി വിട്ടേക്കാം. ഇനിയിപ്പോൾ ഏത് വിഷമുള്ളതിനാണ് ചവിട്ടിയെന്ന് അറിയില്ലല്ലോ, ഈ വേഷം കെട്ടി വന്നിരിക്കണം. അതുകൊണ്ട് CRPF വേഗം കയറ്റി വിടും. കാരണം ഈ സൈസ് സാധനങ്ങൾ എല്ലാവർക്കും പേടിയാണ്. കയ്യിൽ മൊത്തം പച്ചകുത്തലും മൂക്കുത്തിയും മുണ്ടും ടീഷർട്ടും, കയ്യിലൊരു പെട്ടി, ഗ്ലാസ്, മുണ്ടിന്റെ കൂടെ സ്പോർട്സ് ഷൂ. ആദ്യം നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഫ്ലൈറ്റിലാണ് പോണേ. പ്രത്യേകിച്ച് ഫ്ലൈറ്റിന് പോകാനുള്ള വരുമാനമുള്ള കേസാണ്. വെറുതെ നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത വള്ളിക്കെട്ട് എടുത്തിട്ട് സാറ് കയറി പൊക്കോന്ന് പറയും. വെറുതെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ മതി, കാരണമൊന്നുമില്ല. ഹരീഷ് രമേശിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആയിരിക്കും ഇങ്ങനത്തെ. പാട്ടില്ല, ഓരോ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. താങ്ക് യു ബ്രോ. ഒരു നല്ല ക്വാളിറ്റി ടൈം ആൻഡ് ഒരുപാട് ഹരീഷ് രമേശിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റി. ഇത്രയും ജീവിതത്തെ പറ്റി തിരിച്ചറിവുള്ളൊരു പക്വതയുള്ള മനുഷ്യരാണെന്ന് എനിക്ക് അറിയേണ്ടായിരുന്നില്ല. ഇത്രയും നേരം പറഞ്ഞു വെച്ചാൽ അതാണ് കിട്ടിയത്. നിങ്ങളെപ്പോലെ 100-300 പേരുണ്ടെങ്കിൽ വഴച്ചു പോയത്. അപ്പൊ നമ്മള് ഇനിയും ബാംഗ്ലൂരിൽ വരുമ്പോ നമ്മള് ഈ വീട്ടിലേക്ക് എപ്പോഴും സ്വാഗതം. ഇവിടുത്തെ പൂച്ചകൾ ഇവിടെ തന്നെ ഉണ്ടാവും, ഞാനിവിടെ ഉണ്ടാവും. അപ്പൊ നമ്മള് വരിക. ഓൾവേസ് വെൽക്ം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് താങ്ക് യു ഫോർ വാക്കിംഗ് അറൗണ്ട് ദ ഹൗസ്. താങ്ക് യു. It's great meeting you, sir. Likewise, man. ഇതിനാണ് സാറൊക്കെ.